എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ചട്ടി ചൂടായി നമുക്ക് ഒലിവെണ്ണ ഇടാം. ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ചിലവ് കൂടുതലായിരിക്കും. അത് എൻ്റെ ഇളയ മകൻ ബെനീഷ് ഫാസ്റ്റ് കൊണ്ടുവന്നതാണ്. അമ്മച്ചി എത്രത്തോളം മതി നോക്കണേ. കുറച്ച് ഒഴി വെച്ചേ. അടുത്തത് നമുക്ക് ഇതില്ല. ചട്ടി ചൂടായി കഴിഞ്ഞു. ചൂടായി ഡാൽഡ ഇട്ടു. വെളിച്ചെണ്ണ ഇടാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസം കയറുന്നത് ചിലവുള്ള കാര്യമാണ്. നാട്ടിയ വെളിച്ചെണ്ണ ഞാനൊന്ന് വെളിച്ചെണ്ണ നാട്ടി കൊടുക്കട്ടെ. നാട്ടിയ വെളിച്ചെണ്ണ നാട്ടിയ RKG ആണ്. നെയ്യ് കുറച്ച് നെയ്യ് ഇട്ടു. RKG UKG പഠിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ UKGയുടെ ഫ്രണ്ടാണോ RKG? ഇനിയിപ്പോ എന്താ ഇടാൻ പോന്നെ? ഇനിയിപ്പോ ചതച്ച് വെച്ച എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പട്ട, കറിയാമ്പ്, ഏലക്ക, വലിയ ജീരകം, ചെറുജീരകം. അപ്പൊ പട്ടയും ഏലക്ക ഇത്തിരി കൂടുതലുണ്ട്. തക്കോലൊക്കെ ഇടുന്നത് സ്പൈസസ് എന്ന് പറയാ. സ്പൈസസ് ഒക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല മണോ രുചിയുണ്ടാവും. ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. ഇതെന്താണ്? ഇത് വേപ്പില അരിഞ്ഞത്, പുതിയ ഇല അരിഞ്ഞത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക. നമ്മൾ എന്ത് സാധനം ഇടണം ചെറുതായിട്ട് അരിഞ്ഞിടുക. നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാകില്ല. കുരുമുളക് ചതച്ചത്. ഇളക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഉപ്പിട്ട് ഇഞ്ചിയും ഇതും കൂടി ചതച്ച് അതത്ര മതി. കുറച്ച് ഇഞ്ചി കൂടി ഇട്ട്. സവാള ഇപ്പോഴല്ല ബിരിയാണി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ 3/4 കിലോ അരിയാണ് ബിരിയാണി ഉണ്ടാക്കാണ്ട് എടുത്തത്. പക്ഷെ മണം വരണ്ട. 3/4 കിലോ അരിക്ക് എത്രയാണ് വെള്ളം? 2 ജഗ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസും 2 ജഗ്ഗും. ഈ ജഗ്ഗിൽ 2 ജഗ് വെള്ളം, പിന്നെ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ആണ് ഒഴിക്കുന്നത് 3/4 കിലോ അരിക്ക്. താരെന്തൊന്നും ഇണ്ടാത്ത ഞാൻ ഉണ്ടാക്കി പഠിക്കുക ചേട്ടാ. താരനെ പഠിപ്പിക്കുന്നുണ്ട്. മണം വരുന്നുണ്ട്. ഒഴിച്ചു വെള്ളം അടുത്ത ജഗ് പിടിക്കും. ജഗ് പിടിക്കും. 2 ജഗ്ഗല്ലേ? വെള്ളത്തിൽ പിടിച്ചോട്ടാ പോലെ. രണ്ടാമത്തെ ജഗ് ഒഴിക്കുന്നു. ഉപ്പിടണോ അമ്മച്ചി? ഉപ്പിട്ടല്ല. അര ഗ്ലാസ് എടുത്താൽ മതി. ഈ അരിക്ക് വേവ് കുറവാണ്. എന്നിട്ടോ 2 ജഗ്ഗും അര ഗ്ലാസ് വെള്ളം. ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അല്ല, അരി വേവ് കുറവാണ്. വേവ് കുറവായതുകൊണ്ട് കുറച്ച്. വെള്ളത്തിന് കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അരി എന്നാ കൊടുത്തേ കഴിയണം? അരി ഇത് അലിബാബ തന്നെ തന്നതാണ്. അലിബാബക്ക് വേവില്ലാത്ത അലിബാബ കിട്ടിയത്. അപ്പൊ വെള്ളം കുറച്ച് മതി. അരി കഴുകിയിട്ട് നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇടാം. അപ്പൊ ബിരിയാണിയുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വറക്കാം. എണ്ണ ഒഴിച്ചു. ഉരുളിയിലാണ് വറക്കുന്നത്. മതിയാവോ നോക്കണേ. മതിയാവോ? ഓക്കെ. നമുക്ക് ഉപ്പെണ്ണ നോക്കട്ടെ.
ഉപ്പ് കുറച്ചല്ലേ ഇട്ടുള്ളത്. ഇപ്പത്തിനും കൂടി ഇടണം. കല്ലുപ്പിട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടാ. നോക്കിയിട്ട് ഉപ്പിടാം. അപ്പൊ ഇതും തിളച്ചു കഴിഞ്ഞാൽ എണ്ണയും തിളച്ചു കഴിഞ്ഞാൽ അപ്പൊ രണ്ടു പരിപാടിയും നടക്കും. എണ്ണ തിളച്ചിട്ട് നമുക്ക് ചിക്കൻ പുരട്ടി വെച്ചാൽ നോക്കിയാൽ അമ്മച്ചി നേരത്തെ ചിക്കൻ മസാലയൊക്കെ അമ്മച്ചിലായിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചാൽ എന്താ ചിക്കൻ വറുക്കാൻ നേരത്തെ നിങ്ങളുടെ രീതിയിലും വറുക്കാട്ടെ. അമ്മച്ചിയുടെ രീതിയാണ്. പണ്ട് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ചിക്കൻ വറുക്കുന്നതിന്റെ മസാലയൊക്കെ അല്ലേ അമ്മച്ചി? കാണിച്ചിട്ടുണ്ട്. ചിക്കത്തിന് മസാല പുരട്ടുമ്പോഴത്തേക്ക് ചിക്കൻ നല്ലപോലെ തുറന്ന് മാംസം ഉള്ളിലേക്ക് തേക്കണം. വെള്ളം തിളച്ച് നമുക്ക് അരിയിടാം. അല്ലിപ്പോ അവിടെ നീളനരി ഉണ്ടാ. നമ്മള് കൊച്ചിക്കാരെ നീളനരിയുടെ ആൾക്കാരാ. നമ്മുടെ കായ്ക്കാൻ്റെ ബിരിയാണി പോലെ. ഇത് അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കി തന്നെ കുക്കർ ബിരിയാണി ഉണ്ടാ. പള്ളി പോകാൻ നേരത്ത് അല്ലേ? പള്ളി പോകാൻ നേരത്ത് ഇതുപോലെ താഴ്ചിട്ടുമ്പോൾ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കും. പള്ളി പോയി വരുമ്പോഴത്തേക്കും ഇത് ബിരിയാണി റെഡി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നും ചെയ്യല. പിന്നെ വലിയ നമ്മുടെ പാകമുള്ള പാത്രത്തിൽ കൊട്ടിയിട്ട് ചിക്കൻ പൊരിച്ചുണ്ടാവും. എന്നിട്ട് ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് ഇടും. ചൂടായോ? അപ്പൊ ചിക്കൻ ഇടാൻ പോവാണേ. ആദ്യം നമുക്ക് കാല് തന്നെ ഇടാം. ഇത് ചേട്ടൻ. നമുക്ക് എൻ്റെ പ്രകാരത്തിൽ എനിക്ക് പൂട്ടുണ്ടാക്കാനേക്കാൾ എളുപ്പമാണ് കുക്കർ ബിരിയാണി. ഇവിടെ അങ്ങനെ പറയുന്നത് എസൻസ് ഇടിയാണ്. അത്ര മതി. വേണ്ട. നമ്മള് ഈ ഐറ്റം തീർന്നു. ചിക്കൻ അവിടെ നിന്ന് റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എത്ര വിസിലടിക്കണം? 2 മുടി വെച്ചോട്ടെ. മുടി വെച്ചോ. രണ്ട് വിസിലടിക്കുമ്പോൾ ഓഫാക്കണേ. 2 വിസിലടിക്കുമ്പോൾ ഓഫാക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ അത് മതിയല്ല, വെന്ത് കൊടുത്തല്ലേ ചിക്കൻ. നല്ല മണമല്ലേ? നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ മണം. ഒരു 2 വിസിലടിച്ചിരുന്നല്ലോ ചിക്കൻ അല്ലേ? ഓഫാക്കി. കയ്യിലെന്തായിരിക്കുന്ന? കയ്യിൽ നിനക്കൊന്ന് മാറ്റി തരാം. നല്ല സുഖം. നല്ല സുഖല്ലേ? ഞാനതുകൊണ്ടൊക്കെ മാറ്റി കടി കളഞ്ഞ്. വേർപ്പുണ്ടാവും. വെള്ളാങ്കണ്ണി പോയപ്പോ. മുതുകുമാന്തി. കുളിക്കുമ്പോഴും അതുകൊണ്ട് തേച്ച് കുളിക്കാമേ. കയ്യെത്താത്ത. ഞാൻ ചേട്ടന് മോരും വെള്ളം ഉണ്ടാക്കുക. ചിക്കൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ വെന്തിട്ടില്ല. എന്തെന്നാ ആര് പറഞ്ഞു? നല്ല ചൂടുണ്ടല്ലേ? അതെ, നല്ല ചൂടാണ്. അപ്പൊ നമുക്കൊരു തണുത്ത മോരും വെള്ളം കുടിക്കാം. നല്ല വെള്ളം കൂടിപ്പോയി. എന്നാലും എന്തൊക്കെ ഇട്ടാണെന്ന് അറിയാമോ? ഇതാണ് കറക്റ്റ് മോരും വെള്ളം. കൊച്ചുള്ളി നമ്മൾ ഇത്തിരി പച്ചമുളക് വരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒഴിക്കാം. നമുക്ക് നോക്കിയേ. എന്നാ താര പിടിച്ചോ. ഇത് ക്യാമറമാൻ കുറഞ്ഞു പോയി. നമുക്ക് ഇത്ര മതിയായി. പൊടിക്കട്ടെ. അങ്ങനെയുണ്ട്. അടിപൊളി. അപ്പൊ നമ്മള് ബിരിയാണി 2 വിസിലിട്ടിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ആയി തന്നെയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കാണും. ഇത് വെന്തിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. ഉച്ചക്ക് ഞായറാഴ്ച 3 മണിയാവുമല്ലോ നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ കുക്കർ ബിരിയാണി തുറന്ന് നോക്കാൻ വേണ്ടി പോണേണ്ട. 2 വിസിലടിച്ചിട്ട് കംപ്ലീറ്റ് വിസിലിൻ്റെ ആ പ്രഷറൊക്കെ പോകണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? എന്നിട്ടാണ് തുറന്ന് നോക്കുന്നത്.
നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. തുറക്കട്ടെ അമ്മച്ചി? തുറക്ക്. അതിന്റെ പെട്ടൊക്കെ പോയിട്ടാണ് തുറക്കുന്നത്. ഇളക്ക്. നല്ല മണം ഇളക്കി കിട്ടും. ഇളക്കി കിട്ടും. അല്ലേ? അല്ല എനിക്ക് വേവില്ലാത്ത അരിയാൻ പറ്റിച്ച് പോയി പറ്റിച്ചേ. അരി വെന്തുപോയി. നോക്കിയേ, വെന്തുപോയി. കുഴപ്പമില്ല, നമ്മ കഴിക്കാനുള്ളതല്ലേ. ആ നമുക്ക് അരിയൊന്നും പിടിച്ചല്ലേ? അടിക്കൊന്നും പിടിച്ചില്ല. അടിക്ക് പിടിക്കൂല. ഈ അരി കണ്ടപ്പോഴേ വന്നില്ല, ഇത് വേഗമാണ്. എപ്പോഴും മേടിക്കാൻ അരിയല്ലായിരുന്നല്ലേ? കുറച്ച് വെന്തുപോയി. നേരത്തെ അരി തന്നെടുക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ നമ്മള് ആദ്യത്തെ പശു വറുത്ത് പോരുന്നത്, രണ്ടാമത്തെ വറുത്ത് പോരാനുള്ള ചിക്കനാണ്. അത് വറുത്ത് പോരുന്നത് നമുക്ക് മസാല ഉണ്ടാക്കാൻ അല്ലേ അമ്മച്ചി? മസാല ഉണ്ടാക്കണേ, എണ്ണ അതിൻ്റെ അതിൽ ഒഴിക്കാൻ ചെയ്യണം. അപ്പൊ ചിക്കൻ വറുത്ത് കോരിയിട്ടുണ്ടാ, അപ്പൊ എണ്ണ ആക്കി വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ഇങ്ങനെ പയ്യെ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിക്കത്തിരി വേവ്, എനിക്ക് വളരെ വേവ് കുറവായി പോയി, അതുകൊണ്ട് വെന്തുപോയി. അപ്പൊ ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ എന്ത് ചെയ്യണം? ചിക്കൻ്റെ എണ്ണയിൽ തന്നെ സവാള പൊരിക്കാം. ഇട്ടോട്ടെ സവാള? ആ എല്ലാ സവാള ഇട്ടോട്ടെ? കേട്ടോ. ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അങ്ങനത്തെ വേറൊന്നുമില്ല. ഇത് രണ്ടേ ചേർക്കാറാൻ പാടില്ല. സവാള ഒന്ന് വാടി വന്നോട്ടാ ചിക്കൻ വറുത്ത എണ്ണയില്. നോക്കി സവാള നോക്കി, പൊടിക്ക് കല്ലുപ്പിട ഒന്ന് പെട്ടെന്ന് വാടി വരും. പോലെ വാടി വന്നിട്ട് കാണിക്കാം. വാടി വാടി കെട്ടപ്പുള്ളേ കിടക്കണ്ട കേട്ടിട്ട് വാടി വാടി. സവാള വാടിയിട്ടുണ്ട്. അടുത്ത സാധനം ഇടാല്ല നമുക്ക്. കുറച്ച് തക്കാളി. നടുക്ക് തക്കാളി, ഒരു തക്കാളി. പിന്നെ ഇതിട്ടേക്ക് നമ്മുടെ ഇഞ്ചി സ്പൈസസ് ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടില്ല, ഇഞ്ചി സ്പൈസസ് ഇട്ടില്ല. എല്ലാവരും ഉണ്ടാ കുറച്ചിട്ടാ മതി. മതിയോ? ഗ്രേവി അടിക്കണം. നന്നായിട്ട് ഇളക്കണം. ചെറിയ തീയിലിങ്ങനെ ഇങ്ങനെ ആയി സവാളയൊക്കെ വെന്തുടയണം. ചിക്കൻ സൈഡിൽ കൂടി ഇളക്കാം. ഇളക്കിക്കോ. അധികം ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അധികം ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ. അതെ അതെ. വാക്കുകളുണ്ട് ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കൽ കൂടാല്ലേ. വാക്കുകളുണ്ട്. ചേട്ടൻ ഇച്ചിരി ഇളക്കം കൂടുതലാ. ഇളക്കാൻ കാണിച്ചു ഇത്രയും പാലും കഴിക്കില്ല ചേട്ടാ, അധികം ഇളക്കല്ലേ. അല്ല ഇളക്കല്ലേ, എന്ത് പോവേ. കുറച്ച് ഇളക്കം കൂടുതലാ അമ്മച്ചി. അപ്പൊ സെറ്റായില്ലേ ഗ്രേവി? ഇടട്ടെ? പക്ഷെ അതിൻ്റെ അകത്ത് 1/2 kg ഇരിപ്പുണ്ട്. എന്നിട്ട് എടുത്തോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൈക്കല മുളക് പൊടി എടുക്കണോ ചേട്ടാ? വേണ്ടല്ലോ, കുറച്ചിട്ടാ 1/2 kg. വീഴുന്നില്ല. ഞായറാഴ്ച വേണ്ട എടുക്കാൻ പറ്റി. വീണില്ല. കൈക്കല കത്തി. അയ്യോ സൂക്ഷിക്ക്. ഇത്ര മതിയോ? ഇത്തിരി കൂടി ഇട്ടോ. ഞായറാഴ്ചത്തേക്ക് എനിക്ക് വെച്ചു പോരെ. മതി.
അപ്പോൾ ഇന്ന് സെറ്റ് ആയിക്കോട്ടെ ഇതൊക്കെ നിന്ന് ഗ്രേവി ആയിട്ടേ ആ വറുത്ത ചിക്കൻ ഒന്ന് പിടിക്കട്ടെ. ഇതല്ല നോക്കിയേ, സെറ്റായി ഞാൻ അതിനകത്തോട്ട് ഇട്ടാൽ മതി. സൂപ്പർ. ബിരിയാണി നോക്കിയേ, ബിരിയാണി ഇത്തിരി ബന്ധുപോയി, ഞങ്ങൾ തന്നെ തന്നെയാണ്, കുഴപ്പമില്ല. ബിരിയാണി സെറ്റ് ചെയ്യാൻ എന്താ ഇതണ്ട, നമുക്ക് പകുതി ഇട്ടുകൊടുക്കാം. തുറന്നേ ചിക്കൻ തുറന്നേ. ചൂട് നോക്കിയേ സാറേ, ചിക്കൻ നോക്കി തന്നെ ചൂടാണ് ചേട്ടാ. കരിച്ചു പിടിച്ചാൽ മതി. ഇരട്ടെ ഇഞ്ചി ഇട്ടു. ഗ്രേവി ഇതടി കുടിച്ചിട്ടുണ്ടല്ലേ കേട്ടോ ചേട്ടാ. മതി മതി മതി. ഞാൻ അത് കേട്ടോ സെറ്റ് ചെയ്യാം. മറ്റേ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇത് കഴിക്കണ എന്താ സാലഡ്? സാലഡൊക്കെ സെറ്റാണ്. കാണിച്ച സാലഡ്. ആഹാ, അടിക്കുടിച്ചിട്ടുണ്ടല്ലോ, വെള്ളമൊക്കെ വെച്ചത് അടിക്കും. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ രാളെ പറ്റി കഴിയാണ്. സാലഡ് സാലഡ് ഇതെന്താ സാധനം സെറ്റാ. ബിരിയാണി സൂപ്പർ. ചെറുതായിട്ടൊന്ന് വെന്തുപോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ബിരിയാണി. ഓക്കെ, നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അപ്പൊ ബിരിയാണി വിളമ്പാൻ വേണ്ടി പോണേണ്ട. നോക്കിയേ, ഇതിൽ കശുവണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ഇടാട്ടെ, നമ്മൾ ഇട്ടിട്ടില്ല. ഇതാ നല്ല നെയ്യുള്ള ബിരിയാണിയാണ്. ഇത് വീട്ടിലേക്ക് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ സാധനം മതി. പിടിച്ചേ, ഇതെന്താണെന്നറിയാമോ? പപ്പടം, കുഞ്ഞി കുഞ്ഞി പപ്പടം. പപ്പടം. സാലഡ് അമ്മച്ചിക്ക്. കാരുടെ പാത്രം തന്നെ. കരക്ക് കാല് വരട്ടെ? കാല് വേണ്ട. കാല് വേണ്ട, എല്ല് മതി. അല്ല് 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 അല്ലേതാ ഇതിലെല്ലുണ്ട്. മതി. മതിയോ? രണ്ട് പപ്പടം, പപ്പടം, സാലഡ്. സാലഡ്. ഇത് നോക്കിയാൽ സൂപ്പർ ബിരിയാണി. ഇനി എനിക്ക് രണ്ട് പപ്പടം, സാലഡ്. സാലഡ്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കാമല്ലോ. അമ്മച്ചി കഴിക്ക്. ക്യാമറമാനെ ഞങ്ങൾ കൊടുക്കും കേട്ടോ. ക്യാമറമാൻ ചെയ്യാണ്ട് പിടിക്കണ. കഴിച്ചു നോക്കിയേ, തരാം ആദ്യം കഴിച്ചു നോക്കിയേ. സത്യസന്ധമായിട്ട് പറ, എങ്ങനെയുണ്ട്? വെന്ത് പോയാലും ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മച്ചി കഴിച്ചേ, അമ്മച്ചി പാചകക്കാരി കഴിച്ചേ, എങ്ങനെയുണ്ട്? എന്തായാലും ഈ അരി ഒട്ടണ അരി അതുകൊണ്ട് ഇങ്ങനെ എന്നാൽ ഉള്ളു വന്നിട്ടില്ല. ഉള്ളു വന്നിട്ടില്ലേ? ഞാൻ കഴിച്ചു കാണിച്ചു തരാം. പപ്പടം നോക്കുക, പൊട്ടിക്കുക, കാലത്തെടുക്കുക. ചിക്കൻ്റെ തന്നെ, ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ വെക്കുക, ചൂടുന്നുണ്ടാ. ടേസ്റ്റുണ്ട്. എന്താ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അരി നോക്കി മേടിക്കണം. അരി നോക്കിയില്ലെങ്കിൽ ചോറും തമ്മിൽ ഒട്ടും. അപ്പം കനമുള്ള അരി നോക്കി മേടിക്കണം. പക്ഷേ ഇത് ഒട്ടണമെന്നുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി. താരയുടെ വീട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. താരയുടെ അനിയൻ തങ്കു ഷെഫാണ്. പിന്നെ ആ പൊന്നൂസിൻ്റെ അല്ലേ അപ്പൻ, അപ്പനാണ് പൊന്നൂസിന്റെ പപ്പ. പപ്പയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ ഇവരുടെ വീട്ടിലെ മമ്മി ഉണ്ടാക്കും, പപ്പയും ഉണ്ടാക്കും ബിരിയാണി. സൂപ്പർ ബിരിയാണിയാണ് എൻ്റെ അടുത്ത. പിന്നെ അമ്മച്ചി എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 100-500 പ്രാവശ്യം ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്.
ആദ്യമായിട്ടാണ് അമ്മച്ചി ഉണ്ടാക്കിയിട്ട് പരാജയപ്പെടുന്നത് അല്ലേ അമ്മച്ചി? അരിയുടെ കുഴപ്പമാണ്. അരിയുടെ കുഴപ്പമാണ്. അപ്പൊ ഒരു നെട്ടിക്കൽ ബിരിയാണിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നെട്ടിക്കൽ ബിരിയാണി കേട്ടിട്ടുണ്ടാ? ഇതാണ് നിങ്ങളെ പറഞ്ഞുകൊടുത്തേ ഞെട്ടിക്കൽ ബിരിയാണി. നെട്ടിപ്പോയില്ലേ? ഞെട്ടിപ്പോയി. അപ്പൊ അടുത്തൊരു നെട്ടിക്കൽ ബിരിയാണി ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും ചുമ വെള്ളം എടുക്കും, ഉപ്പ് എടുക്കും. വെള്ളം കുടിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ മതി. കുടിക്കുക. എന്നിട്ട് പറഞ്ഞോട്ടെ അടുത്തൊരു നെട്ടിക്കൽ ബിരിയാണി ആയിട്ട് വീണ്ടും കാണാൻ പറഞ്ഞോട്ടാ. ആ എനർജിയിൽ പറ. അടുത്തൊരു ഞെട്ടിക്കൽ ബിരിയാണിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.